എന്റെ ചോദ്യം അരുൺ, ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നും അല്ലല്ലോ. വേറെ പല ചാനലുകളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ചാനലുകളും ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഒരു കോടതിയുടെ അന്വേഷണ ഏജൻസികളുടെ വിധി പ്രസ്താവത്തിന് ശേഷമാണോ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്? അതല്ല, ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെയാണോ പ്രതിപക്ഷ നേതാവ് വസ്തുതയില്ലാത്തൊരു വിഷയം പൊതുജന മധ്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ അവാസ്തവമായ കാര്യം ഒരു നേതാവ് പ്രചരിപ്പിച്ചാൽ അത് ഏറ്റെടുക്കുകയാണോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം? ഞാൻ ചോദിച്ചല്ലോ, താങ്കൾ അതിലേക്ക് എന്താ വരാഞ്ഞത്? ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രസ്താവന എന്താ? അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്ത ഏക സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മറ്റൊരാളുമായി ചേർന്ന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് എന്നൊരു ആരോപണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് അതൊരു ആരോപണമായി BJP അനുഭാവിയായ ഒരു നേതാവ് പ്രകടിപ്പിക്കുമ്പോൾ അത് അന്വേഷിച്ചു വേണ്ടേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ കൂട്ടുചേരാനും കക്ഷി ചേരാനും? ഞാൻ ചോദിക്കുന്നത് അതേ ചോദ്യം ആരോട് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശല്യക്കാരിയായ വ്യവഹാരി എന്ന് വിശേഷിപ്പിച്ച ഒരാളുടെ പരാതി ഏറ്റെടുത്ത് കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ച ആളുടെ പേരാണ് വിജയൻ. അത് മനസ്സിലായോ? കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച ആളുടെ പേരാണ് വിജയൻ. അന്ന് അരുൺ എവിടെയായിരുന്നു? ആ ശല്യക്കാരിയായ വ്യവഹാരിയെ ശല്യപ്പെടുത്തിയ നേതാക്കളുടെ പേര് ഞാൻ പറയണോ അനിൽ ബോസ്? ആ ശല്യക്കാരിയായ വ്യവഹാരിയെ രാത്രി സമയത്ത് വിളിച്ച് ശല്യപ്പെടുത്തിയ നേതാക്കളുടെ പേര് ഞാൻ പറയണോ അനിൽ ബോസ്? അത് നിങ്ങൾ പറ, തെളിവുണ്ടോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ? പൊതുജന മധ്യത്തിലുണ്ട് ആ തെളിവുകൾ. ആ കോൾ റെക്കോർഡ്സുകൾ പൊതുജന മധ്യത്തിലുണ്ട്. ആ കോൾ റെക്കോർഡ്സുകളെല്ലാം പൊതുജന മധ്യത്തിലുണ്ട്. ഈ ശല്യക്കാരിയെ വ്യവഹാരി തന്നെ പല ഘട്ടങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഏജൻസിക്ക് മുന്നിലുണ്ട്. ശിവരാജൻ കമ്മീഷന്റെ തെളിവായി മൊഴികളിലുണ്ട്. അല്ല, ഞാൻ നിങ്ങളെ ചാനലിന്റെ സഹപ്രവർത്തകരുടെ പേരുണ്ടല്ലോ അതിന്റെ അത്. എന്റെ ചാനലിലെ സഹപ്രവർത്തകന്റെ പേരില്ല. എന്റെ ചാനലിലെ സഹപ്രവർത്തകന്റെ പേരില്ല അനിൽ ബോസ്. അത് ആത്മധൈര്യത്തോടു കൂടി പറയാൻ പറ്റും, ചങ്കൂറ്റത്തോടു കൂടി. എന്റെയോ എന്റെ ചാനലിലെ സഹപ്രവർത്തകരുടെ പേര് അതിനകത്തില്ല. വളരെ കൃത്യമായി ഇത് കേൾക്കൂ. കേരളത്തിൽ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ വളരെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, ബഹുമുഖമായിട്ടുള്ള പാർട്ടി നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ, ബഹുമുഖമില്ല, ശ്രീ അനിൽ ബോസ്. അതിൽ ഒരു പാർട്ടിയിൽപ്പെട്ട നേതാക്കളുടെ പേരുകൾ മാത്രമാണ് ലിസ്റ്റിൽ കണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അത് മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അതൊരു സെക്സ് സ്കാൻഡൽ വിഷയമാണെങ്കിൽ അത് അങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതൊരു അഴിമതി വിഷയമാണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അതവിടെ നിൽക്കട്ടെ, അതിന്റെ വിഷയമല്ല. പക്ഷേ എനിക്ക് അറിയേണ്ടത്, അനിൽ ബോസിൽ നിന്ന് അറിയേണ്ട ഒരു ചോദ്യം, വസ്തുതകളില്ലാതെ സമൂഹത്തിൽ ഉണ്ടയില്ലാ വെടികൾ ഉണ്ടാകുമ്പോൾ ആ വെടികൾ ഏറ്റെടുത്ത് പ്രതിധ്വനിപ്പിക്കുകയല്ലോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താണ്? Debate with Arun Kumar.